നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദിനം പ്രതി വർദ്ധിക്കുന്ന കോവിഡ് രോഗികൾ. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചു. DPRൽ നേരിയ കുറവ്. 32,762 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിനിടെ 1,40,545 സാമ്പിളുകൾ പരിശോധിച്ചു. ജില്ലയിൽ 4,212 പുതിയ രോഗികൾ. DPR 32.99%. 5,054 പേർക്ക് രോഗമുക്തി. തിരൂരിലും ബ്ലാക്ക് ഫംഗസ് ബാധ. കോവിഡ് മുക്തനായി വീട്ടിലേക്ക് മടങ്ങിയ വൃദ്ധന് ബ്ലാക്ക് ഫംഗസ് ബാധ സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് തിരൂർ ഏഴൂർ സ്വദേശി അബ്ദുൽ ഖാദറിന്. ഫംഗസ് ബാധയെ തുടർന്ന് ഇടത് കണ്ണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. വി അബ്ദുറഹ്മാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി. പ്രവാസികാര്യ വകുപ്പിന്റെ അധിക ചുമതല കൂടി അബ്ദുറഹ്മാന് നൽകി. വി അബ്ദുറഹ്മാൻ മന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാസസ്ഥിതി തുടർന്ന് ചികിത്സയിലായിരുന്ന അബ്ദുറഹ്മാൻ ആശുപത്രി വിട്ടു. താനൂരിൽ ഹാഷിഷ് വിൽപ്പനയ്ക്കിടെ യുവാവ് പിടിയിൽ. താനൂർ പോലീസ് പിടികൂടിയത് പനങ്ങാട്ടൂർ സ്വദേശി ജാഫർ അലിയെ. പ്രതിയിൽ നിന്നും മാൻകൊമ്പും മാരകായുധങ്ങളും കണ്ടെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന. 32,762 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,40,545 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 32,762 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 1,40,545 പരിശോധനകൾ നടന്നു. 112 പേര് മരണമടഞ്ഞിട്ടുണ്ട്. ആകെ ചികിത്സയിലുള്ളത് 3,31,860 പേരാണ്. 48,413 പേർ രോഗമുക്തരായി. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വളരെ വിജയകരമാണ് എന്നാണ് വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 32,762 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം 4,282, മലപ്പുറം 4,212, തിരുവനന്തപുരം 3,600, കൊല്ലം 3,029, തൃശൂർ 2,288, പാലക്കാട് 2,709, കോഴിക്കോട് 2,668, ആലപ്പുഴ 2,034, കോട്ടയം 1,988, കണ്ണൂർ 1,789, ഇടുക്കി 1,281, പത്തനംതിട്ട 1,108, കാസർഗോഡ് 677, വയനാട് 497 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,40,545 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.31. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 112 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 6,724 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 218 പേർ സംസ്ഥാനത്ത് നിന്നും പുറത്തു വന്നവരാണ്. 30,432 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,008 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 104 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 48,413 പേർ രോഗമുക്തി നേടി. ഇതോടെ 3,31,860 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ 10,05,084 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 3,890 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 6 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിലാകെ 862 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റിയും നിരംപ്രതി വർദ്ധിക്കുന്നു. 4,212 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 32.99% ഉയർന്നു. 5,054 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ആകെ മരണസംഖ്യ 770. ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം കുറവില്ലാതെ തുടരുകയാണ്. അതിസങ്കീർണമായ അവസ്ഥയിലൂടെയാണ് മലപ്പുറം ജില്ല കടന്നുപോകുന്നത്. 4,212 പേർക്കാണ് പുതുതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 32.99% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇതിൽ 4,061 പേർ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധിതരായി. 83 പേരുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 66 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. രോഗമുക്തരാകുന്നവരുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരുന്നത് ജില്ലയ്ക്ക് ആശ്വാസം പകരുന്നുണ്ട്. 5,054 പേരാണ് ജില്ലയിലാകെ ബുധനാഴ്ച രോഗമുക്തരായത്. ഇതുൾപ്പെടെ ജില്ലയിൽ ഇതുവരെ 1,95,163 പേരാണ് കോവിഡ് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയത്. രോഗവ്യാപനം ഉയർത്തുന്ന ആശങ്കയ്ക്കിടെ ഇത്രയധികം പേർക്ക്
ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനായത് ആശ്വാസകരമാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. 66,932 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 50,215 പേർ ചികിത്സയിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 1,518 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 283 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 197 പേരും ചികിത്സയിൽ കഴിയുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള പ്രത്യേക കേന്ദ്രങ്ങളായ ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 677 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 770 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. കോവിഡ് വ്യാപന സാധ്യത സജീവമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രത ഉറപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീൻ അറിയിച്ചു. ഇക്കാര്യത്തിൽ പൊതുജന പങ്കാളിത്തവും പിന്തുണയും അനിവാര്യമാണ്. പൊതുസമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർ രോഗവ്യാപന സാധ്യത തിരിച്ചറിഞ്ഞ് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി. അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ പിടികൂടാനായി തിരൂർ പോലീസിന്റെ നേതൃത്വത്തിൽ തീരദേശത്ത് ഡ്രോൺ പറത്തി. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ പറവണ്ണയിലാണ് തുടക്കം കുറിച്ചത്. തീരദേശത്ത് കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പറവണ്ണയുടെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ പറത്തി പരിശോധന നടത്തി. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ പറവണ്ണയിലാണ് തുടക്കം കുറിച്ചത്. പിന്നീട് പറവണ്ണയുടെ കടലോര പ്രദേശങ്ങളായ പുത്തങ്ങാടി, വേളാപുരം എന്നിവിടങ്ങളിലും ഡ്രോൺ പറത്തി. തീരദേശ പഞ്ചായത്തുകൾ കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പരിശോധനകൾക്ക് ആരംഭം കുറിച്ചതെന്ന് തിരൂർ ഡിവൈഎസ്പി സുരേഷ് ബാബു പറഞ്ഞു. പല സ്ഥലത്തും ആൾക്കാർ കൂട്ടം കൂടി ഇരിക്കുന്നതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ കോവിഡിൻ്റെ രൂക്ഷമായ ആക്രമണം ഉണ്ടായിട്ടും ജനങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരെ കണ്ടെത്തുന്നതിനും കോസ്റ്റൽ ഏരിയയിൽ പ്രത്യേകിച്ചും ആൾക്കാർ ഇടതിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. അവിടെ ജനങ്ങൾ ക്വാറന്റൈൻ ലംഘിക്കാതെ അവരവരുടെ വീട്ടിൽ ഇരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ഡ്രോൺ പറത്തിക്കൊണ്ട് ആരാണ് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ട്രിപ്പിൾ ലോക്ക്ഡൗൺ ലംഘിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നു മുതൽ കോസ്റ്റൽ ഏരിയയിൽ അതിൻ്റെ തിരച്ചിൽ നടത്തുകയാണ്. കോവിഡ് മഹാമാരി വന്നതിന് ശേഷം നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ അസുഖം കൂടി അതിൻ്റെ ഒപ്പം തിരൂരിലും എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം നാട്ടുകാർ അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും ഒരു 3-4 ദിവസം വളരെ സ്ട്രിക്റ്റായിട്ടുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ട്രിപ്പിൾ ലോക്ക്ഡൗണിനോട് സഹകരിക്കണം. ഇത്രയും നാൾ സഹകരിച്ച നല്ലവരായ നാട്ടുകാരോട് നന്ദി പറയുന്നു. ഈയൊരു പ്രതിരോധം നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ സമ്പൂർണ്ണ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. തീരദേശത്ത് മാത്രമാണ്, പ്രത്യേകിച്ച് തീരദേശത്താണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് തോന്നുന്നത്. തീരദേശത്ത് ഇപ്പോൾ പല പോസിറ്റീവ് കേസുകളും തീരദേശത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയതിനാൽ തീരദേശം ഒന്നും കൂടിയും ഇപ്പോൾ 2 ദിവസം കടലിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പല സ്ഥലത്തും ആൾക്കാർ തിങ്ങിക്കൂടുന്ന അവസ്ഥയുണ്ടായി. ഇതിനെല്ലാം ഇല്ലാതാക്കുന്നതിനും വീട്ടിലെല്ലാവരെയും വീട്ടിൽ തന്നെ ഇരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങിയിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കാണ് പോലീസ് വഹിക്കുന്നതെന്നും തുടർന്നും എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CITV ഫർഷാദ്, SI ശ്രീജിത്ത് നരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടങ്ങിയ നാൾ തൊട്ട് അനാവശ്യ യാത്രക്കായി പുറത്തിറങ്ങിയ 100ഓളം വാഹനങ്ങൾക്ക് 1 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കിയിട്ടുള്ളതായി SI ശ്രീജിത്ത് നരേന്ദ്രൻ പറഞ്ഞു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒത്തുകൂടൽ ആരോഗ്യവകുപ്പും പോലീസും പരിശോധന നടത്തി. തൊഴിലിടങ്ങളിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് തൊഴിലാളികൾ കൂട്ടമായി എത്തുന്നത് വലിയ ആശങ്കയ്ക്ക് തന്നെ ഇടയാക്കിയിരുന്നു. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസവും വാർത്ത നൽകിയിരുന്നു. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് സംഘം ചേരുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച രാവിലെ 7 മണിയോടെ CITV ഫർഷാദിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും നഗരസഭാ ആരോഗ്യവകുപ്പും ചേർന്ന് പരിശോധന നടത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് നിരവധി ആളുകളാണ് സംഘം ചേരുന്നതായി വാർത്ത വന്നത്. ഇതേ തുടർന്നാണ് രാവിലെ പരിശോധന നടന്നത്. കൗൺസിലർ സതീശൻ മാവുകുന്ന്, RRT അംഗങ്ങളായ മൊയ്തുഷ തുടങ്ങിയവരും സംബന്ധിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരൂർ BP അങ്ങാടിയിലെ ശ്രീകല ഓക്സിജൻ കമ്പനിയിൽ നിന്നും സിലിണ്ടറുകൾ അധികൃതർ ഏറ്റെടുത്തു. തിരൂർ താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ VP അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിലാണ് കമ്പനിയിൽ നിന്നും സിലിണ്ടറുകൾ ഏറ്റെടുത്തത്.
കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തിരൂർ BP അങ്ങാടിയിലെ ശ്രീകല ഓക്സിജൻ കമ്പനിയിൽ നിന്നും സിലിണ്ടറുകൾ അധികൃതർ ഏറ്റെടുത്തത്. തിരൂർ താലൂക്ക് ഉപജില്ല വ്യവസായ ഓഫീസർ VP അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കമ്പനിയിൽ നിന്നും സിലിണ്ടറുകൾ ഏറ്റെടുത്തത്. ാണ് സിലിണ്ടറുകളാണ് അധികൃതർ ഏറ്റെടുത്തത്. തിരൂർ താലൂക്ക് പരിധിയിൽ നിന്നും ഇത്തരത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സിലിണ്ടറുകൾ പിടിച്ചെടുക്കുകയും ചില കമ്പനികളുടെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കളക്ടർ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വരുന്നത്. എല്ലാ സിലിണ്ടറുകളും പിടിച്ചെടുത്തിട്ട് ഗവൺമെൻറ് പിടിച്ചെടുത്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് വയ്ക്കാൻ അത് തിരിച്ചെടുക്കും. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഇത്. ഇവിടെ 43 ഇവിടുത്തെ താലൂക്ക് വ്യവസായ ഓഫീസറാണ് VP അബ്ദുൽ സലാമാണ് എൻ്റെ പേര്. ഓക്സിജൻ്റെ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി പരമാവധി സിലിണ്ടറുകൾ നമ്മൾ മെഡിക്കൽ ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന എല്ലാ സിലിണ്ടറുകളും ഏറ്റെടുക്കാൻ ഈ മാസം ആദ്യം തന്നെ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട്. അതുപ്രകാരം ഞങ്ങൾ ചോദിച്ചിട്ട് എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങനെ ഉള്ളതാണ്. അപ്പം പരമാവധി സിലിണ്ടറുകൾ ഇങ്ങനെ സമാഹരിക്കുന്നുണ്ട്. ഇത് മുഴുവനും പലതും ഇൻഡസ്ട്രിയൽ ഓക്സിജൻ ആയിരിക്കും. ഇത് ഒഴിവാക്കിയിട്ട് അത് ക്ലീൻ ചെയ്ത് മെഡിക്കൽ ഓക്സിജൻ സിലിണ്ടർ ആക്കിയിട്ട് മാറ്റുന്ന പ്രക്രിയ എറണാകുളത്തെ ഒരു സ്ഥാപനമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ജില്ലയിൽ തന്നെയുള്ള 2 ഓക്സിജൻ പ്ലാന്റിൽ നിന്ന് മെഡിക്കൽ ഓക്സിജൻ ഫില്ല് ചെയ്തിട്ട് ആശുപത്രികൾക്ക് അതിന് വേണ്ട ആൾക്കാർക്ക് അത് സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. ട്രോമോ കെയർ പ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് സിലിണ്ടറുകൾ ലോറിയിൽ കയറ്റി കൊണ്ടുപോയത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമായതാണ് ഓക്സിജൻ സിലിണ്ടർ. അത് തിരൂരിലെ വ്യവസായ വകുപ്പ് വളരെ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പല സ്ഥാപനങ്ങളും സ്വമേധയാ ഓക്സിജൻ സിലിണ്ടർ വിട്ടു നൽകുന്നുണ്ട്, ഒരു സാമൂഹ്യ പ്രവർത്തനമായി ഏറ്റെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്ഥാപനമൊക്കെ ഇവിടെ മാതൃകാപരമായി കാണിച്ചതുപോലെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഈ ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് ഒരായുധമാണ് ഓക്സിജൻ സിലിണ്ടർ എന്നത്. അത് വിട്ടു നൽകാൻ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തിരൂരും ബ്ലാക്ക് ഫംഗസ് ബാധ. കോവിഡ് മുക്തനായി വീട്ടിലേക്ക് മടങ്ങിയ വൃദ്ധനാണ് ബ്ലാക്ക് ഫംഗസ് ബാധ സ്ഥിരീകരിച്ചത്. തിരൂർ ഏഴൂർ സ്വദേശി അബ്ദുൽ ഖാദറിനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഫംഗസ് ബാധയെ തുടർന്ന് ഇയാളുടെ ഇടത് കണ്ണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്കു ശേഷം കോവിഡ് മുക്തനായി വീട്ടിലേക്ക് മടങ്ങിയ രോഗിയിലാണ് കോവിഡാനന്തര വൈറസ് ബാധയായ ബ്ലാക്ക് ഫംഗസ് ബാധ സ്ഥിരീകരിച്ചത്. ഫംഗസ് ബാധയെ തുടർന്ന് ഇയാളുടെ ഇടത്തെ കണ്ണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. ഫംഗസ് ബാധ തലച്ചോറിലേക്ക് പടരാതിരിക്കാനാണ് കണ്ണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത്. തിരൂർ ഏഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന വലിയ പറമ്പിൽ അബ്ദുൽ ഖാദറിന്റെ ഇടതു കണ്ണാണ് ബ്ലാക്ക് ഫംഗസ് തലച്ചോറിലേക്ക് പടരാതിരിക്കാൻ നീക്കം ചെയ്തത്. കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ENT വിദഗ്ധൻ ഡോക്ടർ രവി, ഡോക്ടർ ഫവാസ് അലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഏപ്രിൽ 25-നാണ് അബ്ദുൽ ഖാദറിനെ കോവിഡ് സ്ഥിരീകരിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂമോണിയ ഭേദപ്പെട്ടതോടെ കോവിഡ് നെഗറ്റീവ് ആകാതെ തന്നെ മെയ് 2-ന് ഡിസ്ചാർജ് ചെയ്ത് തിരൂരിലെ വീട്ടിൽ സമ്പർക്ക വിലക്കിൽ കഴിയുകയായിരുന്നു അബ്ദുൽ ഖാദർ. ഇതിനിടെ ശക്തമായ തലവേദനയും നെറ്റിയിൽ മരവിപ്പും അനുഭവപ്പെട്ടതോടെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചത്. 6,25,000 രൂപ ചികിത്സയ്ക്ക് ഇതിനോടകം ചെലവായതായി ബന്ധുക്കൾ പറഞ്ഞു. ഇനിയും 6 ആഴ്ച ആശുപത്രിയിൽ ചികിത്സ തുടരണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രമേഹ രോഗി കൂടിയായ അബ്ദുൽ ഖാദർ നേരത്തെ ഗൾഫിലായിരുന്നു. 5 വർഷമായി നാട്ടിൽ പ്ലംബിംഗ് ജോലി ചെയ്തു വരികയാണ്. കോവിഡിനെ തുടർന്ന് രോഗികളിലുണ്ടാകുന്ന ഫംഗസ് ബാധയാണ് ബ്ലാക്ക് ഫംഗസ്. ഇതുമൂലം മുഖത്ത് പാടുകൾ, അടയാളങ്ങൾ, വീക്കം, വേദന തുടങ്ങിയവയുണ്ടാകും. മുഖം വികൃതമാകുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. എന്നാൽ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും. സംസ്ഥാനത്ത് രോഗം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ കേസാണിത്. വി അബ്ദുറഹ്മാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാകും. പ്രവാസികാര്യ വകുപ്പിന് അധിക ചുമതല കൂടി അബ്ദുറഹ്മാൻ നൽകിയിട്ടുണ്ട്. വി അബ്ദുറഹ്മാൻ മന്ത്രിയായി വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പുതുമുഖങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയ മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ വകുപ്പുകളിലും ചരിത്രപരമായ തീരുമാനങ്ങളാണ് CPIM എടുത്തത്. താനൂരിൽ നിന്നുള്ള MLA വി അബ്ദുറഹ്മാന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് നൽകിയത്. പ്രവാസികാര്യ വകുപ്പ് കൂടി അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യേണ്ടി വരും. കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ മലപ്പുറത്തിന്റെ പ്രതിനിധിയായി മന്ത്രിയായ KT ജലീൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് തന്നെയാണ് അബ്ദുറഹ്മാനും നൽകിയിട്ടുള്ളത്. MLA ആയി 5 വർഷം സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച അബ്ദുറഹ്മാൻ മന്ത്രിയായും തിളങ്ങുമെന്ന കാര്യം തീർച്ചയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യനിർവഹണ
വികസന പദ്ധതികളുടെ മൊത്തമായ നയം, ആസൂത്രണം, ഏകോപനം, വിലയിരുത്തൽ, പുനരവലോകനം എന്നിവയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതലകൾ. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയുള്ള നയങ്ങൾ നടപ്പിലാക്കുന്നതും വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. ന്യൂനപക്ഷത്തെ സംബന്ധിക്കുന്ന ഏതു പ്രവർത്തനവും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ താനൂരിൽ നിന്ന് രണ്ടാം തവണ ചരിത്ര വിജയം നേടിയാണ് അബ്ദുറഹ്മാൻ നിയമസഭയിലെത്തിയത്. മണ്ഡലത്തിൽ കാഴ്ചവെച്ച നിസ്തുലമായ സേവനങ്ങൾക്ക് അദ്ദേഹത്തിന് അർഹതയ്ക്കുള്ള അംഗീകാരം കൂടിയാണ് മന്ത്രിസ്ഥാനം. കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തെത്തിയ അബ്ദുറഹ്മാൻ ലീഗിലെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയും PK ഫിറോസിനെയും പോലുള്ള വമ്പന്മാരെ തോൽപ്പിച്ചാണ് 2 തവണയും നിയമസഭയിലെത്തിയത്. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ നിയുക്ത മന്ത്രിയും താനൂർ MLAയുമായ വി അബ്ദുറഹ്മാൻ ആശുപത്രി വിട്ടു. ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് 6:30 അദ്ദേഹത്തെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിയുക്ത മന്ത്രിയും താനൂർ MLAയുമായ വി അബ്ദുറഹ്മാൻ ആശുപത്രി വിട്ടു. ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് 6:30 അദ്ദേഹത്തെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രി വിട്ട വി അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞയ്ക്കായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചതായി CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി അംഗം E. ജയൻ പറഞ്ഞു. ഞാനിപ്പോൾ റഹ്മാന്റെ കൂടെയാണ്, നിയുക്ത മന്ത്രിയുടെ കൂടെ. നാളെ സത്യപ്രതിജ്ഞയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. എല്ലാ സഖാക്കളോടും പ്രവർത്തകരോടും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരോടും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്ന് MLA അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നാളെ പത്രമാധ്യമങ്ങളിലൂടെ റഹ്മാൻഗങ്ങളോട് സംസാരിക്കും. എല്ലാവരും പിന്നെ നാളെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭാഗത്തുനിന്ന് എല്ലാ വോട്ടർമാരുടെയും നമുക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരുടെയും നിഷ്പക്ഷമതികളായ ഒരുപാട് പേര് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പിന്നെ റഹ്മാൻഗയ്ക്ക് വേണ്ടിയിട്ട് നാളെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാൻ. നമ്മൾ നേരിട്ട് കാണേണ്ടതായിരുന്നു, സ്വീകരണങ്ങൾ പങ്കെടുക്കേണ്ടതായിരുന്നു, പക്ഷെ അതിനൊന്നും സാധിച്ചില്ല. എന്ത് ചെയ്യാം? തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. താനൂരിൽ ഹാഷിഷ് വിൽപ്പന നടത്തുന്ന യുവാവിനെ പോലീസ് പിടികൂടി. പനങ്ങാട്ടൂർ കണ്ണന്തളി ചെറിയേരി ഹൗസിൽ ജാഫർ അലിയെയാണ് താനൂർ DSP MI ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും മാൻകൊമ്പടക്കം മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു. താനൂരിൽ ഹാഷിഷ് വിൽപ്പന നടത്തുന്ന യുവാവിനെയാണ് പോലീസ് പിടികൂടിയത്. പനങ്ങാട്ടൂർ കണ്ണന്തളി ചെറിയേരി ഹൗസിൽ ജാഫർ അലിയാണ് താനൂർ DYSP MI ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും മാൻകൊമ്പും അടക്കം മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു. ഇയാൾ 3 കുപ്പകളിലായി വിൽപ്പന നടത്താൻ സൂക്ഷിച്ച ഹാഷിഷ് സഹിതം താനൂർ തെയ്യാര പരസ്യങ്ങളിൽ ഹാഷിഷ് വിൽപ്പന നടത്തുന്നതായി വിവരം കിട്ടിയതിനെ തുടർന്ന് താനൂർ DYSP MI ഷാജി, താനൂർ ഇൻസ്പെക്ടർ ജീവൻ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ തന്ത്രപരമായി തെയ്യാലയിൽ വെച്ച സാഹസികമായി പിടികൂടുകയായിരുന്നു. നമ്മുടെ സ്റ്റേഷനിൽ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI രാജു, ജാഫർ അലി എന്ന് പറഞ്ഞ യുവാവിനെ പിടിക്കുകയും അയാളുടെ കയ്യിൽ നിന്ന് പഞ്ചാബിൻ്റെ ഓയിൽ, ഹാഷിഷ് ഓയിൽ എന്ന് പറയുന്ന ബോട്ടിലൊരു 3 ചെറിയ ബോട്ടിൽ ഏകദേശം ഒരു 13 ഗ്രാമോളം വരും, അത് കിട്ടുകയുണ്ടായി. അതിൻ്റെ പേരിൽ നമ്മൾ സ്റ്റേഷനിൽ വന്ന് FIR ഇട്ടതിന് ശേഷം അയാളുടെ വീട് സെർച്ച് ചെയ്യാനായിട്ട് ഞാനും പാർട്ടിയും രാജുവും എല്ലാവരും കൂടി പോവുകയും അവിടെ വീട് സെർച്ച് ചെയ്യുന്ന സമയത്ത് 6 വാളുകളും ഒരു മാൻകൊമ്പും കിട്ടുകയുണ്ടായി. ആയതിന് ആംസ് ആക്ട് വെച്ച് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാൻകൊമ്പ് കിട്ടിയ കാര്യത്തിന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നമ്മൾ ഈ വിവരം വെച്ചിട്ട് റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഹാഷിഷ്, കഞ്ചാവ് എന്നിവ താനൂർ പരിസരങ്ങളിൽ സ്ഥിരമായി വിൽപ്പന നടത്തുന്നതിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായത്. അന്വേഷണ സംഘത്തിൽ SI രാജു, ASI ജയകൃഷ്ണൻ, സലേഷ്, CPO ജിനേഷ്, രാജേഷ്, ജിജി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഫംഗസ് ബാധയേറ്റയാളുടെ തിരൂരിലെ വീട് നിയുക്ത MLA കുർക്കോളി മൊയ്തീനും നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയും സന്ദർശിച്ചു. തുടർ ചികിത്സാ സഹായങ്ങളും അനുവദിച്ചു കൊടുക്കണമെന്ന് കുർക്കോളി മൊയ്തീൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിയുക്ത MLA കുർക്കോളി മൊയ്തീനും നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുമാണ് തിരൂരിലെ വീട് സന്ദർശിച്ചത്. കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ആശുപത്രിയിൽ കഴിയുന്ന രോഗിക്ക് ആശുപത്രി ചെലവും തുടർ ചികിത്സാ സഹായങ്ങളും അനുവദിച്ചു കൊടുക്കണമെന്ന് കുർക്കോളി മൊയ്തീൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 2 തരത്തിലാണ് ഇത്തരം രോഗങ്ങൾ വരാൻ സാധ്യത എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഒന്ന്, വെന്റിലേറ്റർ വഴി. ഈ രോഗി വെന്റിലേറ്ററിൽ കഴിഞ്ഞിട്ടുണ്ട്, അതുവഴി വന്നതാകാം. മറ്റൊരു മാർഗം, പ്രതിരോധശേഷി തീർത്തും കുറഞ്ഞ ആളുകളിലും ഇത് കാണാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ രണ്ടാമതൊരു മാർഗത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിക്ക് ഈ രോഗം വരികയും ഒരു കണ്ണ് നീക്കം ചെയ്യേണ്ടതായി വരികയും ചെയ്തിരിക്കുന്നു. ഇത് പടരാതിരിക്കാൻ, ഇതിൻ്റെ സാധ്യതകളെ തടയാൻ
ഭരണകൂട സംവിധാനങ്ങൾ അനിവാര്യമായും ചെയ്യേണ്ടതുണ്ട്. വളരെ പ്രയാസകരമായ ഇങ്ങനെ ഒരു കണ്ണ് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഒരു കുടുംബനാഥന് ഉണ്ടായ ഈ സന്ദർഭത്തിൽ ഭീമമായ തുക ഇതിനു വേണ്ടി അവർക്ക് ചിലവായിട്ടുണ്ട്. അതിന് വന്ന ചെലവുകൾ ഗവൺമെൻറ് വഹിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ തുടർ ചികിത്സാ സംവിധാനങ്ങളും ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്നുകൂടി സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ജനങ്ങളോടായി പറയാനുള്ളത്, നമ്മുടെ മേൽ വന്നുവിട്ടിരിക്കുന്ന ഈ മഹാമാരി നാം ആരും അതിൻ്റെ പ്രവാഹകരാകരുത്, അതിൻ്റെ സ്വീകർത്താക്കളാകരുത്. ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചതുപോലെയുള്ള കർശനമായ നിയന്ത്രണം പാലിക്കാൻ ഞാൻ എന്നോടും നിങ്ങളോടും ഒരുപോലെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഭീമമായ ചികിത്സാ ചെലവാണ് ഇവർക്കുണ്ടായിട്ടുള്ളത്. ഇത് കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതാണ്. തുടർ ചികിത്സയ്ക്കും വലിയ ബാധ്യത വരും. അടിയന്തര സഹായം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നും ചെയർപേഴ്സണും പറഞ്ഞു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമത്ത് സജിന, കെ സലാം മാസ്റ്റർ തുടങ്ങിയവരും അനുഗമിച്ചു. ബ്ലാക്ക് ഫംഗസ് തിരൂരിൽ സ്ഥിരീകരിച്ചിട്ടും തിരൂർ നഗരസഭാ അധികൃതർ അലംഭാവം കാട്ടുന്നതായി ആക്ഷേപം. ആരോഗ്യവകുപ്പ് അധികൃതർ വീട്ടിലെത്തിയില്ലെന്നും പരാതി. ബ്ലാക്ക് ഫംഗസ് രോഗബാധ ഭീകരമായതിനാൽ ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സർക്കാരിനെ അറിയിക്കുമെന്നും അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു. കോവിഡ് വ്യാപനത്തിന്റെ തീവ്ര രോഗമായ ബ്ലാക്ക് ഫംഗസ് രോഗം തിരൂർ സ്വദേശിക്കാണ് ബാധിച്ചത്. രോഗം മൂർജിച്ച് തലച്ചോറിലേക്ക് പടരുമെന്നതിനാൽ ഇദ്ദേഹത്തിന്റെ കണ്ണ് നീക്കം ചെയ്തിരുന്നു. കോവിഡ് ബാധയിൽ രോഗിയും ബന്ധുക്കളും ഒന്നിച്ച് താമസിച്ചിട്ടും വീട്ടുകാരുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ നഗരസഭാ അധികൃതർ താല്പര്യമെടുത്തില്ലെന്നും ഇവരുടെ വീട് സന്ദർശിച്ച നഗരസഭാ പ്രതിപക്ഷാംഗങ്ങളോട് വീട്ടുകാർ പരാതിപ്പെട്ടു. രോഗിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങേണ്ട നഗരസഭാ അധികൃതരുടെ ഈ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു. ദൗർഭാഗ്യവശാൽ ഇന്നലെ രാത്രി മുതൽ നമ്മുടെ നഗരത്തിൽ പടർന്നു പിടിച്ച് ഇന്ന് പത്രങ്ങളിൽ വാർത്ത വന്ന് ഏതാണ്ട് 11 മണിയോടുകൂടി സംസ്ഥാന വ്യാപകമായ ചാനലുകളിൽ വാർത്ത വന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ട നഗരസഭയുടെ ആരോഗ്യ വിഭാഗമോ മറ്റധികൃതരോ യാതൊരു തരത്തിലുള്ള പരിശോധനയും ഇത് സംബന്ധിച്ചുള്ള വിവരശേഖരണമോ നടത്താൻ തയ്യാറാകാത്ത സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. ആ അനാസ്ഥ കൈവിടിഞ്ഞ് നഗരസഭ ഈ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്താനും സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റ് ബന്ധപ്പെട്ട അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനും അവരുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നഗരസഭാ പരിധിക്കകത്ത് ഏർപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സഹായങ്ങളും ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കണം. നല്ല ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സമയമാണിത് എന്നുള്ളതാണ് പറയാനുള്ളത്. ബ്ലാക്ക് ഫംഗസ് ബാധ ഭീകരമായതിനാൽ ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സർക്കാരിനെ അറിയിക്കുമെന്നും അഡ്വക്കേറ്റ് ഗിരീഷ് പറഞ്ഞു. കൗൺസിലർമാരായ നജീബുദ്ദീൻ, മിർഷാദ് പാറയിൽ, RRT അംഗം അനിൽ തൊട്ടിയാട്ടിൽ തുടങ്ങിയവരും വീട് സന്ദർശിച്ചു. താനൂർ മൂലക്കൽ ദയ കോവിഡ് ആശുപത്രിയിലേക്ക് നഴ്സിംഗ് സംഘടനയായ UNAയുടെ കൈത്താങ്ങ് 5 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ ആശുപത്രിക്ക് കൈമാറി. സംഘടനാ ഭാരവാഹികളിൽ നിന്നും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്തും നോഡൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ജമാലും ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നഴ്സിംഗ് സംഘടനയും. താനൂർ മൂലക്കൽ ദയ കോവിഡ് ആശുപത്രിയിലേക്കാണ് ആവശ്യമായ ഉപകരണങ്ങൾ നഴ്സിംഗ് സംഘടന UNAയുടെ നേതൃത്വം നൽകിയത്. 5 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് കൈമാറിയത്. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സംഘടനാ ഭാരവാഹികളിൽ നിന്നും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്തും നോഡൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ജമാലും ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. നമ്മുടെ ഈ സ്ഥാപനം ജില്ലാ കളക്ടർ കോവിഡ് ആശുപത്രിയായി പ്രഖ്യാപിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന് അതിൻ്റെ നടത്തിപ്പിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കുട്ടിക്കയുടെയൊക്കെ ഒരു സ്ഥാപനമാണ്. നമുക്ക് ഏറ്റവും ഇതിൽ സന്തോഷകരമായ ഒരു സാഹചര്യം നമ്മുടെ ഡോക്ടർ ജമാൽ മുഹമ്മദ് സാർ നമുക്കിതിൻ്റെ നോഡൽ ഓഫീസറായിട്ട് നമുക്ക് കിട്ടുന്നു. അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി നടക്കുന്നു. എല്ലാ ആളുകളും ഇതിനോട് സഹകരിക്കുന്ന ഒരു നല്ല ചുറ്റുപാടിലാണുള്ളത്. അതിൻ്റെ നോഡൽ ഓഫീസറായിട്ട് ഇവിടെ ചേർന്ന സമയത്ത് വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് എനിക്ക് കിട്ടിയതെന്ന് ഉത്തമ ബോധം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ വിചാരിച്ചതിനാട്ടിലും ഫാസ്റ്റായിട്ട് ഇവിടെ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് 4 വെന്റിലേറ്ററിൽ പേഷ്യൻസ് ഉണ്ട്. 10 വെന്റിലേറ്റർ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഇന്ന് മുതൽ പേഷ്യൻസിനെ ലിസ്റ്റ് തുടങ്ങുന്നു. വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ഇതുവരെ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു പേഷ്യൻറ്റിന് പോലും ജീവൻ നഷ്ടപ്പെടാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അതോടൊപ്പം തന്നെ ഈ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് നഴ്സിംഗ് അസോസിയേഷന് വളരെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ അവർ നൽകിയത് എന്തുകൊണ്ടും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഗുണമാണ്. നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് പറഞ്ഞതുപോലെ നമുക്ക് വാക്കുകൾ കൊണ്ട് മാത്രമേ അവർക്ക് നന്ദി പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ
എല്ലാതും വളരെ നല്ല രീതിയിൽ അവസാനിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ, ഈ വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇവിടുത്തെ നേഴ്സുമാരുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ജീവനക്കാരുടെ സഹായത്തോടെ ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും ഉപകാരപ്രദമായിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ ആശുപത്രിക്ക് കൈമാറാൻ കഴിഞ്ഞു. എന്തായാലും ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇത് വലിയൊരു എല്ലാവർക്കും അല്ലെങ്കിൽ ഇങ്ങനെ സഹായിക്കാൻ പറ്റുന്നവരെല്ലാം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇതിലൂടെ കടന്നു പോകുന്ന രോഗികൾക്ക് സമാധാനപരമാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഇതിനോടനുബന്ധിച്ച് നമുക്കുള്ളത്. എന്തായാലും എത്രയും വേഗം ഈ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയട്ടെ. എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നത്തിലൂടെ നമുക്ക് എത്രയും വേഗം തന്നെ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ പഴയ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് കടന്നു പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ചടങ്ങിൽ അജ്ഫാൻ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അഷ്റഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T നിയാസ്, ജാസ്മിൻ ഷാ, ഷോബിൻ ജോർജ്, രശ്മി പരമേശ്വർ എന്നിവർ പങ്കെടുത്തു. അൽ അമീൻ സാധു സംരക്ഷണ കമ്മിറ്റി പൾസ് ഓക്സിമീറ്ററുകൾ നൽകി. തിരൂർ DSP സുരേഷ് ബാബു തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമയ്ക്ക് കൈമാറി. ആതുര ശുശ്രൂഷ രംഗത്ത് സുദൃഢമായ പ്രവർത്തനം നടത്തുന്ന അൽ അമീൻ സാധു സംരക്ഷണ കമ്മിറ്റിയാണ് കോവിഡ് മൂലം പ്രയാസം അനുഭവിക്കുന്ന തിരൂർ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് കേന്ദ്രീകരിച്ച് RRT പ്രവർത്തകർക്ക് വീട് കയറിയുള്ള പൾസ് പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നതിന് 50ഓളം ഓക്സി പൾസ് മീറ്ററുകൾ നൽകിയത്. തിരൂർ DSP സുരേഷ് ബാബു തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമയ്ക്ക് കൈമാറി. കോവിഡ് രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഓക്സിജൻ്റെ അളവ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഓക്സിമീറ്റർ അൽ അമീൻ സാധു സംരക്ഷണ സമിതി പഴംകുളങ്ങര നൽകിയ കിറ്റാണ് ഇപ്പോൾ ഞാൻ മുനിസിപ്പൽ ചെയർമാന് നൽകിയിരിക്കുന്നത്. എല്ലാ വാർഡിലും എല്ലാവർക്കും എത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ സംരക്ഷണ സമിതി നൽകിയ ഈ ഓക്സിമീറ്ററിലുള്ളത്. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഘടനകളും കോവിഡിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ട് ഈ മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ മതിൽ പണിയുവാൻ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാധു സംരക്ഷണ സമിതി തിരൂർ നഗരസഭയ്ക്ക് 40ഓളം ഓക്സിമീറ്ററുകൾ നമ്മുടെ DSP മുഖേന തന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ സന്നദ്ധ സംഘടനകൾക്കും മാതൃകയാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ സമിതി കാഴ്ചവെച്ചിരിക്കുന്നത്. തിരൂർ നഗരസഭയുടെ കോവിഡ് മഹാമാരിയെ ചെറുത്തു നിൽക്കുന്ന പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളിയാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ചടങ്ങിൽ പുളിക്കൽ എറമുട്ടി, ഷമീർ ബാബു, ജൗഹർ, ഷക്കരിയ, ഫാറൂഖ്, സൈനുദ്ദീൻ, ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ കോവിഡ് രംഗത്ത് സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾ എടുക്കുന്ന നിലപാടിനോട് പൂർണ്ണമായി യോജിക്കുകയും അവർക്ക് കഴിയാവുന്ന സഹായങ്ങളും പിന്തുണയും ഓരോരുത്തരും ചെയ്തു കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ വളരെയധികം ത്യാഗം ചെയ്ത് പ്രവർത്തിച്ച ചരിത്രങ്ങളൊക്കെ പഠിച്ച ആളുകളാണ് നമ്മൾ. ഇന്ന് അതിലും ഉപരിയായിക്കൊണ്ട് ഈ കോവിഡിനെ തുരത്തുന്നതിന് വേണ്ടി ലോകമൊട്ടുക്കുമുള്ള ജനങ്ങൾ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അനുഗ്രഹത്താൽ എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തിനെന്ന് ഈ രോഗത്തിൻ്റെ അണുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രപഞ്ച സൃഷ്ടാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അസ്സലാമു അലൈക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അധ്യാപക കൂട്ടായ്മ കൂട്ടായി PKT BEM UP സ്കൂളിലെ അധ്യാപകരും YMCA തിരൂരും സംയുക്തമായി പൾസ് ഓക്സിമീറ്ററും PP കിറ്റും വിതരണം ചെയ്തു. തിരൂർ ജില്ലാ ആശുപത്രി, വെട്ടം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, കൂട്ടായി പ്രാഥമികാരോഗ്യ കേന്ദ്രം, തിരൂർ നഗരസഭ, പകൽവീട് എന്നിവിടങ്ങളിലാണ് വിതരണം ചെയ്തത്. ഈയൊരു ചടങ്ങിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് കോവിഡിൻ്റെ 2ാം തരംഗത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ പൊതുസമൂഹം അനുഭവിക്കുന്ന ഈ സമയത്ത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് PKTB UP സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും അതുപോലെ YMCAയുടെ സഹകരണത്തോട് കൂടിയിട്ട് ഈ ഒരു സംരംഭം ഇവിടെ നടത്തപ്പെടുകയാണ്. PKT BEM UP സ്കൂൾ കൂട്ടായി YMCA തിരൂർ ഇവർ രണ്ടുപേരും കൂടി ഞങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി തന്ന ഈ ഓക്സിമീറ്റർ ഞാൻ വളരെ നന്ദിപൂർവ്വം കൈപ്പറ്റുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഞങ്ങളെയും കൂടി നിങ്ങളുടെ ഈ സേവനത്തിൻ്റെ പാതയിലേക്ക് അല്ലെങ്കിൽ സേവനത്തിൻ്റെ നിങ്ങളുടെ ആ ധാരയിലേക്ക് ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു മീറ്റർ ഞങ്ങളുടെ സ്നേഹ വീട്ടിലെ ആൾക്കാർക്ക് വേണ്ടി തന്നതിൽ അങ്ങേയറ്റം നന്ദി പറയുന്നു. നഗരസഭയ്ക്കകത്ത് വിഷമം അനുഭവിക്കുന്ന കോവിഡ് രോഗികളെ സഹായിക്കാൻ കൈമെയ് മറന്നിട്ടാണ് അവരുടെ സഹായവുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. ധാരാളം കടമ്പകൾ കടന്ന്
എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടന്നിട്ടാണ് അവർ ഈ രോഗികളെ സഹായിക്കാൻ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ അവരുടെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റും PPE കിറ്റും നമ്മുടെ പൾസ് ഓക്സിമീറ്ററും ഒക്കെ തന്ന് നഗരസഭയെ സഹായിക്കുക ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡൊമിസിലറി സെൻ്ററും IFLCCയും ഒക്കെ നടത്താൻ തുടക്കം കുറിച്ചിട്ടുള്ള നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അവർ തരുന്ന ഈ വക സഹായങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് ജനങ്ങളെ പ്രാപ്തരാക്കും. അവർക്ക് തരാനുള്ള മനസ്സും ഇത് കണ്ടിട്ട് ഉണ്ടാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, വൈസ് ചെയർമാൻ P രാമൻകുട്ടി, വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, കമറുനിസ അൻവർ, YMCA പ്രസിഡന്റ് മനോജ് ജോസ്, MI ജേക്കബ്, ഡോക്ടർ സജീവ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. കൂട്ടായി മാസ്റ്റർപടി MLP സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ എക്സൈസ് സംഘം കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. തിരൂർ എക്സൈസ് ഇൻസ്പെക്ടർ O സജിതയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് രഹസ്യ വിവരത്തെ തുടർന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 70 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. തീരദേശം കേന്ദ്രീകരിച്ച് കഞ്ചാവ് ലോബികളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ കഞ്ചാവ് മാഫിയക്കെതിരെയുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും SI സജിത പറഞ്ഞു. ഇന്നലെ മുതൽ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി ഞങ്ങൾ തിരൂർ റേഞ്ചിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തുന്ന രഹസ്യ വിവര ശേഖരണത്തിൻ്റെ ഭാഗമായി തുടരന്വേഷണത്തിൻ്റെ ഭാഗമായും ഈ സ്കൂൾ LP സ്കൂളിൻ്റെ ബാക്കിലുള്ള പൊതുവഴിയിൽ നിന്നായിട്ട് ഒരു കഞ്ചാവ് ചെടി കണ്ടെത്തുകയുണ്ടായി. കഞ്ചാവ് ചെടിക്ക് ഏകദേശം 70 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. അതിൻ്റെ തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നട്ടുവളർത്തിയ വ്യക്തിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ്. ഇവരെ ഞങ്ങൾ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെ ഈ വിവരശേഖരണത്തിനായി അയക്കുന്നുണ്ട്. മേലുദ്യോഗസ്ഥർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പ്രിവന്റീവ് ഓഫീസർ KM ബാബുരാജ്, അജിത് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിബീഷ്, മുഹമ്മദ് സാഹിൽ, അബിൻ, വിലാൽ എന്നിവർ സ്ക്വാഡിലുണ്ടായിരുന്നു. തീരദേശത്തെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ പ്രവർത്തിക്കുന്നതായും തുടരന്വേഷണം ശക്തമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തീരദേശത്ത് കഞ്ചാവ് ലോബി ഈ പ്രദേശങ്ങൾ ആശാമ്പടി കൂട്ടായി പ്രദേശങ്ങളിലൊക്കെ കഞ്ചാവ് ലോബി വലിയൊരു സംഘമായി തന്നെ ഇവിടെയുള്ള ചെറിയ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ വലയിൽ വീശുവാൻ വേണ്ടി നടക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂളിൻ്റെ പരിസരത്തു നിന്ന് ഈ കഞ്ചാവ് ചെടി ഇവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കഞ്ചാവ് വിറ്റ് സാമ്പത്തികമായി പ്രയാസമുണ്ടായിരുന്ന ആളുകളൊക്കെ കഞ്ചാവ് വിറ്റ് വളർന്ന് വലിയ രീതിയിൽ വീടും മണിമാളികൾക്കാകുമ്പോൾ എന്നാൽ ചില പാവപ്പെട്ട കുട്ടികൾ ആകെ തകർന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ ഇവിടെ ഒരുപാട് കുടുംബങ്ങളിലെ കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെ പിന്നിൽ ഇവിടെ വലിയൊരു ലോബി ആശാൻപടിയിലും കൂട്ടായിലൊക്കെ ഉണ്ട്. അവരെയൊക്കെ മേലുദ്യോഗസ്ഥന്മാർ പിന്നെ നിയമപരമായിട്ട് അവരെയൊക്കെ കണ്ടുപിടിച്ച് ഈ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി അവരൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരെന്നുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഈ വിദ്യാലയം പിന്നെ പല സമയങ്ങളിലും കഞ്ചാവ് ലോബികളുടെയും മയക്കുമരുന്ന് മാഫിയ ലോബികളുടെയും താവളമായി മാറുന്നുണ്ട്. പല സമയങ്ങളിലും നാട്ടുകാരുമായി പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ഈ പ്രദേശത്തെ ഇവിടെയുള്ള ഇവരുടെ വിളയാട്ടം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരെന്നുള്ളത്. സംസ്ഥാനത്ത് 9ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു. 1ാം ക്ലാസ് അടക്കം സ്കൂൾ പ്രവേശനം ഇന്നു മുതൽ ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചു. മലപ്പുറം ജില്ലയിലെ 9ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ജയിപ്പിക്കാനാണ് ഉത്തരവ്. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ക്ലാസ് കയറ്റം, പ്രവേശനം, വിടുതൽ സർട്ടിഫിക്കറ്റ് എന്നിവ സംബന്ധിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ 1 മുതൽ 8 വരെ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 9ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും നിലവിലെ അസാധാരണ സാഹചര്യം പരിഗണിച്ചും തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകണം. സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ് വിദ്യാർത്ഥികളിലെ 2021-2022 വർഷത്തേക്കുള്ള പ്രവേശനം കോവിഡ് നിബന്ധനകൾ പാലിച്ച് ഇന്നു മുതൽ ആരംഭിക്കും. അധ്യാപകർക്ക് വർക്ക് ഫ്രം ഹോം സാധ്യത ഉപയോഗപ്പെടുത്തി മെയ് 25-നകം ക്ലാസ് കയറ്റ നടപടികൾ പൂർത്തിയാക്കണം. അധ്യാപകരെ ഫോണിൽ ബന്ധപ്പെട്ടും പ്രവേശന നടപടികൾ നടത്താം. ലോക്ക്ഡൌൺ പിൻവലിച്ചതിനു ശേഷം രേഖകൾ പരിശോധിച്ച പ്രഥമാധ്യാപകൻ പ്രവേശന നടപടികൾ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിദ്യാർത്ഥികളുടെ വിടുതൽ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. ഇതിനായി സമ്പൂർണ്ണ വഴിയുള്ള സംവിധാനം തുടരാം. തീരദേശ പഞ്ചായത്തായ വെട്ടത്ത് മൊബൈൽ മെഡിക്കൽ ടീം പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് ബാധിതരടക്കമുള്ള പ്രയാസം അനുഭവിക്കുന്ന രോഗികളെ വീടുകളിലെത്തി ചികിത്സ നൽകും.
കോവിഡ് ബാധിതരായി ക്വാറന്റൈനിൽ കഴിയുന്നവരിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഡോക്ടറടക്കമുള്ള മെഡിക്കൽ സംഘം വീടുകളിലെത്തി ചികിത്സ നൽകുന്ന സംവിധാനമാണ് പ്രഥമഘട്ടത്തിൽ നടക്കുന്നത്. വെട്ടം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലുള്ള ഓരോ വാർഡുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും മറ്റുമായ കാര്യങ്ങൾക്ക് വലിയ പ്രയാസങ്ങളായിരിക്കും. അതിൻ്റെ പേരിൽ നമ്മൾ അവരെ വീട്ടിൽ പോയിട്ട് ചികിത്സിക്കാനുള്ളൊരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഡോക്ടറെ നിയമിച്ചിട്ടുള്ളതും. പിന്നെ ഇതുവരെയുള്ള നമ്മളെ വാർഡിനകത്ത് അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്സിജൻ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളതൊക്കെ അതത് സമയത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വ്യാപനം എത്രത്തോളം രൂക്ഷമാവും എന്ന് നമുക്ക് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. എന്നിരുന്നാലും നമ്മൾ അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ ഡോക്ടറെ നിയമിച്ചതും. ഇന്നു മുതൽ വെട്ടം പഞ്ചായത്തിലുള്ള എല്ലാ വീടുകളിലും പ്രയാസം അനുഭവിക്കുന്ന രോഗവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ള വീടുകളിൽ ഡോക്ടർ നേരിട്ട് പോയിട്ട് അവരെ ചികിത്സിക്കുന്ന സമ്പ്രദായം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അദില ഹമീദ്, പഞ്ചായത്ത് സെക്രട്ടറി അബു ഫൈസൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബു, അംഗങ്ങളായ ഫാറൂഖ് പ്രവണ, സിനി ഗണേഷ്, ജ്യോതി, RRT അംഗങ്ങളായ NS ബാബു, അരുൺ പരിയാപുരം തുടങ്ങിയവർ പങ്കെടുത്തു. നിലവിൽ 431 കോവിഡ് ബാധിതരാണ് വെട്ടത്തിൽ ഉള്ളത്. പറവണ DCC കെയർ സെന്ററിൽ 11 കോവിഡ് ബാധിതരുണ്ട്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണി വരെ തുറക്കാൻ അനുമതി ലഭിച്ചതായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനാൽ ജില്ലയിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് ദിനേന തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും തിരൂരിൽ രോഗവ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ നഗരത്തിൽ കടകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്രവർത്തിക്കാനാണ് അനുമതി നൽകിയിരുന്നത്. ഇത് തിരൂരിലെ വ്യാപാരികൾക്കും പൊതുജനത്തിനും ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ പോലീസുമായി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച മുതൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണി വരെ തുറക്കാൻ അനുമതി ലഭിച്ചതായി വ്യാപാരി നേതാക്കൾ പറഞ്ഞു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പോലീസുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനം മാറ്റുകയും ഇപ്പോൾ നാളെ തൊട്ട് എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും പഴം, പച്ചക്കറി, പലവ്യഞ്ജന സ്ഥാപനങ്ങളൊക്കെ നാളെ തൊട്ട് രാവിലെ തൊട്ട് 2 മണി വരെ തുറക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുഖ്യമായി വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉപഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടത് കോവിഡ് പ്രോട്ടോകോൾ കണിശമായും കൃത്യമായും പാലിക്കേണ്ടതാണ്. ഭാരവാഹികളായ PA ബാവ, PP അബ്ദുറഹ്മാൻ, PA റഷീദ്, സമദ് പ്ലസന്റ്, ഇബ്നു വഫ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷബീബ് തുടങ്ങിയവർ സംബന്ധിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ JCI തിരൂരിന്റെ ഭക്ഷണ വിതരണം 3 ദിവസം പിന്നിട്ടു. ദിവസവും 50-ലേറെ പേർക്കാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അന്നദാനം മഹാദാനം എന്ന സന്ദേശമുയർത്തിയാണ് JCI വിശക്കുന്നവർക്ക് ഭക്ഷണ വിതരണം നടത്തിയത്. ട്രിപ്പിൾ ലോക്ക്ഡൌണിലുള്ള ഭക്ഷണ വിതരണം 3-ാം ദിവസത്തിലേക്കാണ് കടന്നത്. ദിവസവും 50-ലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഉച്ചഭക്ഷണ പൊതി നൽകുന്നത്. JCI തിരൂരിലെ മെമ്പേഴ്സിന്റെയും മനുഷ്യ സ്നേഹികളുടെയും സഹായത്താൽ ലോക്ക്ഡൌൺ കാലത്തിൽ കഴിയുന്നത്ര ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹമെന്ന് JCI ഭാരവാഹികൾ അറിയിച്ചു. ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ മലപ്പുറം ജില്ലയിൽ തുടങ്ങിയ അന്ന് മുതലാണ് JCI തിരൂരിൻ്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ അന്യസംസ്ഥാന തൊഴിലാളികൾ വീടോ അല്ലെങ്കിൽ താമസ സൗകര്യമൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ബസ് സ്റ്റാൻഡിൽ സ്ഥിരം കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് JCI തിരൂര് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വന്നത്. അന്നദാനം എന്നുള്ളത് തീർച്ചയായിട്ടും മറ്റുള്ള ഏതൊരു ദാനത്തിനേക്കാളും വലിയ ഒന്ന് തന്നെയാണ്. കാരണം വിശന്നിരിക്കുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല. അതൊരു മറ്റുള്ള എന്തുണ്ടെങ്കിൽ കൂടി നമ്മളെല്ലാവരും പണിയെടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യണതും ഈ ഒരു അരച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലും പറ്റാത്തൊരു സാഹചര്യം ആർക്കെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് വളരെ വിഷമമായൊരു അവസ്ഥയാണ്. ഇത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് JCI തിരൂരും അതിനോടൊപ്പം തന്നെ നല്ല മനസ്സുള്ള RRT ഗ്രൂപ്പിലെ കുറേ മെമ്പേഴ്സ് ഉണ്ട്. ഖാദർക്ക, അതേപോലെ മൊയ്തുഷ, അലിക്ക, അതേപോലെ കുറേ മെമ്പേഴ്സ് ഉണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ JCIൻ്റെ കൂടെ നേതൃത്വം കൊടുക്കുന്നത് അവർ തന്നെയാണ്. ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാവുന്നെന്ന് മാത്രം. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് അസീസ് മാവുങ്കുന്നുണ്ട്. കുറേ നല്ല മനസ്സുള്ള JCI തിരൂരിലെ മെമ്പേഴ്സും അതോടൊപ്പം തന്നെ JCIനെ അംഗീകരിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അംഗീകരിച്ച് ഞങ്ങളോട് സഹകരിക്കുന്ന കുറേ ആളുകളുടെ നല്ല മനസ്സിൻ്റെ
ഒരു റിസൾട്ട് ആയിരിക്കാം ഇന്നും കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞങ്ങളിവിടെ കൃത്യമായിട്ട് ഭക്ഷണം എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കഴിയുന്നതും എല്ലാ ദിവസവും എത്തിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. JCI തിരൂർ പ്രസിഡന്റ് ഡോക്ടർ ഫവാസ് മുസ്തഫ മിസർ, ജംഷാദ് കൈനിക്കര, അസീസ് മാവുകുന്ന്, തിരൂർ നഗരസഭയിലെ RRT പ്രവർത്തകരായ മൊയ്തുഷ, MP അനീഫ് പാങ്ങാട്ട്, ഖാദർ കോരങ്ങത്ത, അലി സിയത്ത് സെന്റർ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദിനം പ്രതി വർദ്ധിക്കുന്ന കോവിഡ് രോഗികൾ. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചു. DPR-ൽ നേരിയ കുറവ്. 32,762 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിനിടെ 1,40,545 സാമ്പിളുകൾ പരിശോധിച്ചു. ജില്ലയിൽ 4,212 പുതിയ രോഗികൾ. DPR 32.99%. 5,054 പേർക്ക് രോഗമുക്തി. തിരൂരിലും ബ്ലാക്ക് ഫംഗസ് ബാധ. കോവിഡ് മുക്തനായി വീട്ടിലേക്ക് മടങ്ങിയ വൃദ്ധന് ബ്ലാക്ക് ഫംഗസ് ബാധ സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് തിരൂർ ഏഴൂർ സ്വദേശി അബ്ദുൽ ഖാദറിന്. ഫംഗസ് ബാധയെ തുടർന്ന് ഇടത് കണ്ണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. വി അബ്ദുറഹ്മാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി. പ്രവാസികാര്യ വകുപ്പിന്റെ അധിക ചുമതല കൂടി അബ്ദുറഹ്മാന് നൽകി. വി അബ്ദുറഹ്മാൻ മന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാസസ്ഥിതി തുടർന്ന് ചികിത്സയിലായിരുന്ന അബ്ദുറഹ്മാൻ ആശുപത്രി വിട്ടു. താനൂരിൽ ഹാഷിഷ് വിൽപ്പനയ്ക്കിടെ യുവാവ് പിടിയിൽ. താനൂർ പോലീസ് പിടികൂടിയത് പനങ്ങാട്ടൂർ സ്വദേശി ജാഫർ അലിയെ. പ്രതിയിൽ നിന്നും മാൻകൊമ്പും മാരകായുധങ്ങളും കണ്ടെടുത്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.